7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചത് ഇളയകുട്ടി ബെഡിൽ മൂത്രമൊഴിച്ചതിന് പ്രതി സ്ഥിരം ക്രിമിനൽ. തൊടുപുഴയിൽ നടന്നത് സമാനതകളില്ലാത്ത ക്രൂരത. തൊടുപുഴയിൽ 7 വയസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിച്ച് മൃതപ്രായനാക്കിയ രണ്ടാനച്ഛൻ സ്ഥിരം ക്രിമിനൽ. ഇളയകുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചതാണ് തിരുവനന്തപുരം സ്വദേശിയായ അരുൺ ആനന്ദ് 7 വയസ്സുള്ള മൂത്തകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കാൻ കാരണം. കിടക്കയിൽ കിടന്ന 7 വയസ്സുകാരന്റെ നടുവിന് ചവിട്ടിത്തെറിപ്പിച്ചു. ഭിത്തിയിൽ തലയിടിച്ച് അലമാരയ്ക്കിടയിൽ വീഴുകയായിരുന്നു. എന്നിട്ടും അരിശം മാറാത്ത അരുൺ കുട്ടിയെ വീണ്ടും മർദ്ദിച്ചു, നിലത്തിട്ട് ചവിട്ടി. മാതാവ് ഇടപെട്ടപ്പോൾ എല്ലാവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കി. കുട്ടിയെ അബോധാവസ്ഥയിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അരുൺ തിരുവനന്തപുരത്ത് ഒരു കൊലപാതക കേസിലെ പ്രതിയായിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് 100ഓളം പ്രാവശ്യം പിടിച്ചിട്ടുണ്ടെന്ന് പ്രതി തന്നെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കുട്ടിയുടെ പിതാവ് 1 വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചുപോയതാണ്. പിന്നീട് ഭർത്താവിന്റെ അമ്മായിയുടെ മകൻ സഹായിക്കാൻ എന്ന പേരിൽ ഇവിടെ കൂടുകയായിരുന്നു. എന്നും ഇളയ കുട്ടിയെ രാത്രിയിൽ എഴുന്നേൽപ്പിച്ച് മൂത്രമൊഴിപ്പിച്ച ശേഷം കിടത്തേണ്ടത് 7 വയസ്സുകാരനായ ഈ കുട്ടിയുടെ കടമയായിരുന്നു. ഇന്നലെ രാത്രിയിൽ കുട്ടി ഉറങ്ങിപ്പോയി. ഇളയ കുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ച് കരഞ്ഞു. ഇതാണ് അരുണിനെ ക്രൂരനാക്കിയത്. ഇളയ കുട്ടിയെയും മർദ്ദിച്ചു, എന്നാൽ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചില്ല. ബുധനാഴ്ച വൈകിട്ടോടെയാണ് തൊടുപുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 7 വയസ്സുകാരനെ ഗുരുതരാവസ്ഥയിൽ എത്തിച്ചത്. അസ്വാഭാവികത തോന്നിയ ഡോക്ടർമാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സോഫയിൽ നിന്ന് വീണാണ് കുട്ടിക്ക് പരിക്കേറ്റതെന്ന് അമ്മ പറഞ്ഞെങ്കിലും മുറിവുകൾ അങ്ങനെയുണ്ടായതല്ലെന്ന് ലക്ഷണങ്ങളിൽ നിന്ന് ഡോക്ടർമാർക്ക് വ്യക്തമായി. തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസ് എത്തിയതോടെയാണ് കാര്യങ്ങൾക്ക് വ്യക്തത വന്നത്. രണ്ടാമത്തെ കുട്ടിക്ക് പരിക്കുണ്ടായതാണ് സംശയങ്ങൾക്ക് ഇട നൽകിയത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇളയ കുട്ടിയെ താൽക്കാലിക സംരക്ഷണത്തിന് വല്യമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. യുവതിയുടെ ആദ്യ ഭർത്താവ് 1 വർഷം മുൻപ് മരിച്ചതിനെ തുടർന്ന് ഭർത്താവിന്റെ അടുത്ത ബന്ധുവായ അരുൺ യുവതിക്കും മക്കൾക്കുമൊപ്പം താമസിക്കുകയായിരുന്നു. ഇവർ നിയമപ്രകാരം വിവാഹിതരല്ലെന്നാണ് സൂചന. രണ്ടാനച്ഛൻ ജ്യേഷ്ഠനെയും തന്നെയും മർദ്ദിച്ചെന്ന് അനുജൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മൊഴി നൽകി. ജ്യേഷ്ഠനെ വടി ഉപയോഗിച്ച് തലയിലും മുഖത്തും കണ്ണിലും അടിച്ചെന്നും നിലത്തു വീണെന്നും ചോര വന്നുവെന്നും കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ചോര തൂത്തുകളഞ്ഞത് താനാണെന്നുമാണ് കുട്ടിയുടെ മൊഴി. തൊടുപുഴ CI അഭിലാഷ് ഡേവിഡിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷനിലെത്തി കുട്ടിയോടൊപ്പം കഴിയുന്ന മാതാവിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. മർദ്ദനമേറ്റ കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. തലയ്ക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. തലപൊട്ടി, തലച്ചോറിനും ക്ഷതമേറ്റു. അബോധാവസ്ഥയിലാണ് കുട്ടി ന്യൂറോ ICUവിൽ കഴിയുന്നത്. കുട്ടിയെ എടുത്ത് നിലത്തടിച്ചതിന്റെ സൂചനകൾ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് ലഭിച്ചിരുന്നു. ഇത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതരെ ഇവർ അറിയിച്ചിരുന്നു. രണ്ടാനച്ഛനായ അരുണിനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും വധശ്രമവും ഉൾപ്പെടെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ മാതാവിനെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കും. പോലീസ് കസ്റ്റഡിയിലുള്ള അരുണിനെതിരെ തിരുവനന്തപുരത്ത് അടിപിടി കേസുകൾ ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകൾ ഉള്ളതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ തൊടുപുഴ DYSPയുടെ നേതൃത്വത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്.